ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു കോഫി ഫേസ് പാക്ക്. അതപ്പോൾ ഇൻസ്റ്റയിൽ റീൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പാർവതി മാഡം ചെയ്തിരിക്കുന്നത് കണ്ട് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയാലോ. സാധാരണ എനിക്ക് ഈ കോഫി പൗഡർ ഫേസിലിട്ട് കഴിഞ്ഞാൽ അത്ര വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇതുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടത് മുട്ടേൻ്റെ ഒരു വെള്ളം ഫുള്ളായിട്ട് വേണ്ട, അത് ജാസ്തിയാണ്. അപ്പോൾ അതിന് വേണ്ട ബ്രൂ കോഫിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടാണ്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഈ മുട്ടേൻ്റെ വെള്ളം കുറച്ച് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കോഫി പൗഡർ പിന്നെ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു പരുവത്തിലേക്കാണ് ഇത് നമുക്കൊന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ മുടിയെല്ലാം ഒന്ന് മാറ്റി സെറ്റാക്കിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുകയാണേ. അപ്പോൾ എന്നെപ്പോലുള്ള നിങ്ങളും കോഫി പൗഡർ ഇട്ടിട്ട് വലിയ മാറ്റമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പൊട്ടൂരാൻ മറന്നുപോയി. പൊട്ടെല്ലാം ഊരി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ എല്ലായിടത്തും വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ടേൻ്റെ മണം വല്ലാണ്ട് എനിക്ക് പിടിക്കുന്നില്ല. കാരണം ആദ്യമായിട്ട് ഇടുന്നവർക്കാണെങ്കിൽ നമുക്ക് മുട്ടേൻ്റെ മണം അങ്ങനെ പിടിക്കില്ല. പക്ഷേ മണം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ തീരെ പറ്റാത്തവർ, ഈ മണമൊന്നും തീരെ പറ്റാത്തവർക്ക് ഇതൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ഈ ടിഷ്യൂ നമ്മുടെ മുഖത്തേക്ക് വെക്കണം. ഇതിപ്പോൾ എങ്ങനെ വെക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ മുഖത്തോട് ഇങ്ങനെ അലിഞ്ഞ് ചേരുന്നുണ്ട്. അപ്പം നമുക്കിത് വെക്കാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ തന്നെ എനിക്ക് തന്നെ എന്നെ കണ്ടിട്ട് ചിരി വന്ന്. ഈ സമയം എൻ്റെ മോന് ഉറക്കമായിരുന്നു. കാരണം ഇനിയിപ്പോൾ അവൻ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഈ രൂപം കണ്ട കരയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പേടിച്ചു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അവൻ ആ സമയമൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ മേലേക്ക് പിന്നെ ഈ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം പിന്നെ ഇത് എല്ലാ ഭാഗത്തേക്കും പിന്നെ അതിൻ്റെ മേലെ കൂടെ അടിക്കാം. എന്നിട്ട് കുറച്ച് ഒരു ടിഷ്യൂ കൂടെ വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ ഇത് നമുക്ക് ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്താക്കും കണ്ണിൻ്റെ ഇടയിലൊന്നും ആകാതിരിക്കും. കാരണം ഇത് പറിച്ചെടുക്കുമ്പോൾ കണ്ണിൻ്റെ സൈഡ് വലിച്ചെടുക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഉണങ്ങി കിട്ടണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ഉണങ്ങണം. അപ്പോൾ ഞാൻ ബാക്കി വന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ എനിക്കൊരു സങ്കടമായിപ്പോയി. കാരണം ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ വാരിത്തേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വാരിത്തേച്ച് ഇനിയിപ്പോൾ ഇതൊന്ന് ഉണങ്ങി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉണങ്ങാൻ ഒരു അരമണിക്കൂറെങ്കിലും പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ മുടിയുള്ളത് കാരണം മുടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ കുറച്ച് വേദന എടുത്ത്. പക്ഷേ ഈ മുടിയൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്ത് വന്നിട്ടില്ല. ഫേസിലുള്ള മുടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പോകുമെന്ന് പറഞ്ഞിട്ട് പല വീഡിയോകളും ഞാൻ കണ്ടിന്. പക്ഷേ എനിക്കങ്ങനെ അത്ര ഫീലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഒരു ചെറിയ വേദന ഉണ്ട്. കാരണം നമ്മുടെ ഹെയർ ഇങ്ങനെ വലിഞ്ഞു വരുന്നതല്ലേ. പക്ഷേ ഹെയർ അങ്ങനെ പറഞ്ഞു വന്നിട്ടില്ല. അപ്പോൾ മൂക്കുന്നെല്ലാം ഞാൻ എടുത്ത് നോക്കി. പക്ഷേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒന്നും എനിക്കില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് വന്നിട്ടില്ല കേട്ടോ. അതാണ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് നമ്മൾ കിടക്കുമ്പോൾ കുറച്ച് നേരം നമുക്കൊരു പുകച്ചിലോ എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനതൊക്കെ നോക്കി. പക്ഷേ അതിനകത്തൊന്നും അങ്ങനെ ഹെയറോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സോ അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഫേസിൽ എനിക്ക് വലിയ മാറ്റമൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്കാണോ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആവണമെന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മുഖം കഴുകിയിട്ട് വരാം. അപ്പോൾ മുഖം കഴുകി വന്നപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ആദ്യം എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഉള്ളത്. സാധാരണ ഫേസ് പാക്ക് ഇട്ട് ഒരു ലെയറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ എന്നെപ്പോലാണോ നിങ്ങൾക്കൊന്നും എനിക്കറിയില്ല. കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ലെയർ മാറി നമ്മുടെ സാധാ ലെയറുണ്ട്. പക്ഷേ അത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ ആ ലെയർ മാറി കിട്ടും. പിന്നെ ഈ ടിഷ്യൂ വെച്ചതുകൊണ്ട് അതിൻ്റെ കല നമ്മുടെ ഫേസിലായോ എന്നൊരു സംശയം. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒന്ന് സ്കിന്നൊക്കെ മാറിയെന്നൊക്കെ ഞാൻ കുറേ നോക്കി. പക്ഷേ വലിയ മാറ്റമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആദ്യം ഒരു പാക്ക് കൊണ്ടൊന്നും മാറില്ല. കണ്ടിന്യൂ ആയിട്ട് ചെയ്താലല്ലേ അതിൻ്റെ ബലം കിട്ടത്തുള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് മോയ്സ്ചറൈസ് ക്രീം ഇട്ട് കൊടുക്കണം. അല്ല സ്കിന്ന് നല്ല ടൈറ്റായി ഡ്രൈ ആയതല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് മോയ്സ്ചറൈസ് ക്രീം ഇട്ട് കൊടുത്ത് ഞാൻ നല്ലോണം അപ്ലൈ ചെയ്ത്. ഞാനെടുത്തത് അലോവേറ ജെല്ലാണ്. അപ്പോൾ എല്ലായിടത്തും നല്ലോണം അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആക്കുക. അതായത് ഇങ്ങനെ കൈ കൊണ്ട് വീശിയതിന് ശേഷം ഒന്ന് ഡ്രൈ ആക്കുക. അപ്പോൾ ഫസ്റ്റ് ചെയ്യാത്തവർ ഇത് ഒന്ന് ചെയ്ത് നോക്കുക. കാരണം എല്ലാവർക്കും ഒരേ അനുഭവം ആയിരിക്കണമെന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും ബൈ.